മാനസ സുനിലിനെ സ്വീകരിച്ചു തന്നെ വലിയ കാര്യമാണ്. അല്ലെങ്കിൽ എന്നോളം നമുക്കൊരു ബാധ്യതയായിട്ട് ഈ വീട്ടിൽ തന്നെ നിൽക്കുന്നില്ലേ? എന്റെ ചില വാക്കുകളാ ദേവേട്ട അവളെ മാറ്റി ചിന്തിപ്പിച്ചത്. അല്ലെങ്കിൽ സുനിൽ എന്നെ ഇവിടുന്ന് പോവായിരുന്നു. അവഗണനയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട് ജയെ. സുനിലിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ ഇവിടുന്ന് പോവായിരുന്നു. ചില പ്രണയങ്ങൾ അങ്ങനെയാ ദേവേട്ട, എത്രയൊക്കെ കുടഞ്ഞെറിഞ്ഞാലും പോവാതെ പറ്റിക്കിടക്കും. അല്ല, നല്ല പരിചയമുണ്ടോന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. എന്തായാലും ഡെലിവറി കഴിഞ്ഞിട്ട് കല്യാണം മതിയെന്ന് മാനസ പറഞ്ഞത് നന്നായി ജയ. അല്ലെങ്കിൽ കല്യാണത്തിന് വരുന്നവരുടെ പല ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ടി വരും. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല ദേവേട്ട. അടുത്തടുത്താവുമ്പോ പല കാര്യങ്ങൾക്കും ഗുണമുണ്ടാവും കരുതി. ഇനിയിപ്പോ മാനസ പറഞ്ഞതുപോലെ തന്നെ അവളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് മതി കല്യാണം. ഇനി സുനിലിന്റെ അച്ഛനും അമ്മയും തടസ്സം നിൽക്കോ? അതെന്തായാലും തടസ്സം നിൽക്കും. അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും നമ്മൾ പോണ്ട. എന്താ വേണ്ടതെന്ന് സുനിലും മാനസയും തന്നെ തീരുമാനിക്കട്ടെ. നമ്മൾ ഒപ്പം കാണുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. മാനസ ബുദ്ധിയുള്ള പെണ്ണ, നമ്മളെക്കാൾ ദീർഘവീക്ഷണം അവൾക്കുണ്ട്. അതുകൊണ്ടാ ഡെലിവറി കഴിഞ്ഞിട്ട് കല്യാണം മതിയെന്ന് അവൾ പറഞ്ഞത്. അത് ശരിയാ. മാനസയുടെയും സുനിലിന്റെയും കല്യാണം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇവിടുന്ന് താമസം മാറാം. അവരിവിടെ സന്തോഷത്തോടെ കഴിയട്ടെ. അത് തന്നെയായിരിക്കും മാനസയുടെ മനസ്സിലും. എന്തായാലും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനം ഉണ്ടായല്ലോ. പ്രശ്നങ്ങൾ തീർന്നു എന്ന് പറയാൻ പറ്റില്ല ഭാവന. സുനിലിന്റെ അച്ഛനും അമ്മയും അല്പം വാശിക്കാര്, പോരാത്തതിന് ഗുണ്ടായിസും. അവരുടെ ഗുണ്ടായസം ഒന്നും ഇനി വിലപ്പോവില്ല സൂര്യ. ഓപ്പോസിറ്റ് നിൽക്കുന്നത് സ്വന്തം മകനാ. അപ്പ പിന്നെ ചോര കൊണ്ട് കളിക്കില്ല. നമുക്ക് നോക്കാം. നമ്മുടെ മോനിങ്ങനെ വിഡ്ഢിയായി പോയതിനോ നമ്മളാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവൻ അവന്റെ നിലയും വിലയും കളഞ്ഞ് അവളോടൊപ്പം ഒരു അടിമയെ പോലെ നിൽക്കുമെന്ന് ഞാനും കരുതിയില്ല. ഇതങ്ങനെ വിട്ടാ പറ്റില്ല മണി. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വേണ്ട, ഒന്നിനും പോണ്ട. അവൻ എങ്ങനെയാ ജീവിച്ചോട്ടെ, എനിക്കൊന്നും കാണാൻ വയ്യ. അപ്പൊ നമുക്ക് അഭിമാനമൊന്നുമില്ലേ? അവനെങ്ങനെ അവന്റെ ഇഷ്ടത്തിന് വിടണമെന്നാണോ? പിന്നെ ഞാൻ എന്തു വേണം? നമ്മുടെ മോന്റെ കുഞ്ഞാണെന്ന വിശ്വാസത്തില ഞാൻ എല്ലാം സഹിക്കാനും പൊറുക്കാനും തയ്യാറായത്. പക്ഷെ ഇപ്പൊ തീർത്തും ബോധ്യമായില്ലേ. എന്നെങ്കിലും അവളെ വിട്ടിട്ട് നമ്മുടെ അടുത്തേക്ക് അവൻ തിരിച്ചു വരുമെന്ന് കരുതിയിരിക്കുന്ന നമ്മളാ ശരിക്കും വിഡ്ഢികളായത്. അതുകൊണ്ട് വിട്ടേക്ക് മഹിയേട്ട. നമ്മുടെ തലവിധി നമുക്ക് അനുഭവിച്ചു തന്നെ തീർക്കാം. ഇല്ല, ഇത് ഞാനങ്ങനെ വെറുതെ വിടില്ല. ഇതെന്താ ഇവിടെ ആരും ഇല്ലേ? ഗായത്രി എവിടെ പോയി? എഴുതി. എന്താ ഗായത്രി പെട്ടെന്ന് ഇങ്ങോട്ട് തീരുമാനം? ഭാവനൊന്നും പറഞ്ഞില്ല എടുത്തി. പറഞ്ഞാണല്ലോ എന്നോട് പറഞ്ഞത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭാനുവിന്റെയും ജയേഷിന്റെയും കല്യാണം നടത്താൻ തീരുമാനിച്ചെന്ന് മാത്രം പറഞ്ഞു. അവര് തമ്മിൽ ഇത്രയും അടുത്തു പോയതുകൊണ്ട് ഇനി മറ്റൊരു ബന്ധത്തിലേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചു മാമ. ഒരു കണക്കിന് അത് തന്നെയാ നല്ലത് ഗായത്രി. അവര് കാരണമാണല്ലോ നിനക്ക് നിന്റെ അച്ഛൻ വാങ്ങിയ സ്വത്ത് തിരിച്ചു കിട്ടിയത്. അതെ എടുത്തി, എല്ലാം കൂടെ ആലോചിച്ചപ്പോ നടക്കട്ടെ എന്ന് ഞാനൊന്ന് കരുതി. ഭാനുവിനും ആ പയ്യനും സമ്മതമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ജീവിക്കുന്ന അവരാണല്ലോ. വെല്ലിച്ചനും വല്യമ്മയൊക്കെ വന്നിട്ടുണ്ടല്ലോ.